ഈ സംവാദത്തിന് അധ്യക്ഷനായിരിക്കുന്ന അക്കാഡമി പ്രസിഡന്റ് ശ്രീ എം മുകുന്ദന് ആദ്യം സ്വാഗതം പറയുന്നു. അതുപോലെ ഈ സംവാദത്തിൻ്റെ മോഡറേറ്ററും കേരളത്തിൻ്റെ സംസ്കാര വിമർശ രംഗത്തെ അഹങ്കാരി എന്ന് വിളിക്കാവുന്ന ആളുമായ പ്രൊഫസർ KEN സ്വാഗതം. അതുപോലെ ഇന്ന് നമ്മുടെ ഈ സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിക്കാൻ ഇവിടെ വന്നിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളായ ശ്രീ ജ്യോതികുമാറിനും ശ്രീ ബഷീർ തിക്കോടിക്കും സ്വാഗതം പറയുന്നതോടൊപ്പം എനിക്ക് പ്രിയപ്പെട്ട എല്ലാ സഹൃദയർക്കും ഗൾഫ് നിവാസികൾക്കെല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ സാന്നിധ്യം അറിയിക്കുന്നതിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ബഷീറിനെ കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ MA ബേബി വിശാലമായി സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ തലങ്ങളിൽ ഒതുങ്ങി ബഷീറിനെ കുറിച്ച് സംസാരിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത് എഴുത്തിൻ്റെയും പുസ്തകങ്ങളുടെയും വിധിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. പുതിയ കാലത്ത് എഴുത്തിനും പുസ്തകങ്ങൾക്കും പലതരത്തിലുള്ള വിധികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എഴുതിക്കഴിഞ്ഞാൽ പ്രസിദ്ധീകരിക്കപ്പെടാതെ പോവുക എന്നതാണ്. മറ്റൊന്ന് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പുസ്തകശാലകളിൽ പൊടി പിടിച്ച് കിടക്കുന്നുവെന്നതാണ്. വേറെയുണ്ട് പുതിയ കാലത്തെ പുസ്തകമേളകളിൽ പല പുസ്തകങ്ങളും ആഘോഷിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള വിധികളാൽ ഒടുങ്ങിപ്പോയി കേരളത്തിലെയും ഗൾഫിലെയും ഒരുപാട് എഴുത്തുകാരുടെ സർഗാത്മകതയ്ക്ക് കോട്ടം തട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗ്ലോബലൈസേഷൻ ഇതിലൊരു പങ്കുണ്ട് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടതായിട്ട് വരും. ഗ്ലോബലൈസേഷനിലെ ദൃശ്യവിപ്ലവം പലപ്പോഴും കെട്ടുകാഴ്ചകളെ മാത്രം സൃഷ്ടിച്ച് വായനക്കാരൻ്റെയും എഴുത്തുകാരൻ്റെയും കാഴ്ചപ്പാടുകളെ റദ്ദു ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് അതിന് കാരണം. എന്നാൽ ഈ വസ്തുതകളെയൊക്കെ മറികടന്നിട്ട് എന്തുകൊണ്ട് ബഷീറിൻ്റെ പുസ്തകങ്ങൾ ഇന്നും വിറ്റുപോവുകയും വായിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതിൻ്റെ രാഷ്ട്രീയവും മനഃശാസ്ത്രവും ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ പുതിയ കാലത്തെ ബഷീർ വായനകളുടെ അല്ലെങ്കിൽ പുതിയ കാലത്തെ ബഷീർ വായനകൾ എന്ന വിഷയമായിട്ട് സംവദിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇതൊരു സംവാദമാണ്. ഞാൻ ഈ സംവാദത്തിന് തുടക്കം കുറിക്കുന്നു എന്ന് മാത്രം, അല്ലാതെ ഒരു അധികാരപ്രയോഗമായ പ്രസംഗമോ പ്രഭാഷണമായിട്ട് ഇത് കാണേണ്ടതില്ല. ഈ സംവാദത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് ശ്രീ KEN സംഘവും ഇറങ്ങി വരുന്നതായിരിക്കും. പുതിയ കാലത്ത് ബഷീറിനെ കുറിച്ച് പല വായനകളും ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ചും ജന്മശതാബ്ദിയോട് അനുബന്ധിച്ച്. ഇന്നിപ്പോൾ അക്കാഡമിയിൽ നിന്ന് വന്ന പലരും ബഷീറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഉള്ളവരും എഴുതിയിട്ടുണ്ടായിരിക്കാം, എല്ലാവരെയും പേരെടുത്ത് പറയാൻ പറ്റില്ല. MN കരശ്ശേരി ചോദിക്കേണ്ടായി, ബഷീറാണോ വിപ്ലവകാരി, ചേകന്നൂർ മൗലവിയാണോ വിപ്ലവകാരി?
അതുപോലെ അംബികാസുധൻ മാങ്ങാട് ചോദിച്ചിട്ടുണ്ട്, ബഷീറിന് എത്ര വയസ്സായി, എന്താണ് ബഷീർ ഇനിയും വയസ്സറിയിക്കാത്തത്? എം എ റഹ്മാൻ പറഞ്ഞിട്ടുണ്ട്, ബഷീർ സന്യാസിയും രാഷ്ട്രീയ പ്രവർത്തകനും വിപ്ലവകാരിയുമാണ്. ഷാജി എം ജേക്കബ് എഴുതിയിട്ടുണ്ട് ബഷീർ ആഖ്യാനം ചരിത്രം. അതുപോലെ ഇ സന്തോഷ് കുമാർ, ഇ പി രാജഗോപാലൻ, അങ്ങനെ വലിയ ഒരു കൂട്ടം ആളുകൾ എടുത്ത് ബഷീറിനെ കുറിച്ച് എഴുതുകയും സംവാദത്തിലേർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇവരാരും തന്നെ ബഷീറിനെ വിമർശന ബുദ്ധിയോടെ സമീപിക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ഇതിന് കാരണം? ബഷീർ വിമർശനത്തിന് അതീതനായി കഴിഞ്ഞിരിക്കുന്നു. പഴയ കാലത്ത് അങ്ങനെയല്ലായിരുന്നു. ബഷീർ ഒരുപാട് വിവാദങ്ങൾക്കിടയിലും വിമർശനങ്ങൾക്കിടയിലും കിടന്ന് ശരിക്ക് മനസ്സ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ബഷീർ. അത് സന്തോഷത്തോടെ സ്വീകരിക്കാനും ബഷീർ തയ്യാറായിരുന്നു. പുതിയ കാലത്ത് ബഷീർ വിമർശനത്തിന് അതീതനായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ബഷീർ ഇങ്ങനെ ആഘോഷിക്കപ്പെടുന്നത്? ഇങ്ങനെ ആഘോഷിക്കപ്പെടുകയാണെങ്കിൽ ബഷീർ പെട്ടെന്ന് വയസ്സറിയിക്കില്ലേ? മാത്രമല്ല, വിപരീതങ്ങളും വിമർശനങ്ങളും ഖണ്ഡനങ്ങളും ഒന്നുമില്ലാതെ എങ്ങനെയാണ് ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ വായനക്കാരന്, എഴുത്തുകാരന് ആരോഗ്യപരമായിട്ട് മുന്നോട്ട് പോകാനാവുക? തുടങ്ങിയ ഒട്ടേറെ സംശയങ്ങൾ ഇവരെയൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് 2 ആഴ്ച മുമ്പ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വി.സി. ശ്രീജൻ ബഷീറിനെ കുറിച്ച് എഴുതിയത് കാണാനായത്. വി.സി. ശ്രീജൻ ബഷീറിന്റെ എതിർവായനയാണ് നടത്തിയത് എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് അറിയാം, ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് തോന്നുന്നു. അതിനെതിരായിട്ട് വി.സി. ശ്രീജൻ ഒരു ചെറ്റയാണ് എന്ന് പറഞ്ഞിട്ട് പല ബ്ലോഗുകളിലും പലരും എഴുതിയതായിട്ട് ഞാൻ കണ്ടിരുന്നു. എന്തായാലും വി.സി. ശ്രീജന്റെ ചെറ്റത്തരം നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടതില്ല. അങ്ങനെ എഴുതിയ വല്ല ബ്ലോഗന്മാരിവിടെ ഇരിക്കുന്നുണ്ടോ എന്നും എനിക്കറിയില്ല. എന്തായാലും വി.സി. ശ്രീജൻ പറഞ്ഞത് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ അകക്കാമ്പ് എന്താണ് എന്നറിഞ്ഞതിന് ശേഷമേ നമുക്ക് ബഷീറിൻ്റെ കൃതികളെക്കുറിച്ച് സമകാലീനതയുടെ പരിച്ഛേദത്തിലൂന്നി സംസാരിക്കാനാവുകയുള്ളൂ. ശ്രീജൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ബഷീറിൻ്റെ ഭാഷയല്ല, ദാർശനികതയുടെ അഗാധതലം ബഷീർ കൃതികളിലില്ല. മനുഷ്യൻ്റെ മഹത്വം ചിത്രീകരിക്കുകയാണ് ഒരു കലാകാരൻ്റെ കടമ. സാധാരണക്കാരെ ചിത്രീകരിക്കുമ്പോഴും അവരിൽ ചിലപ്പോൾ മിന്നിമറയുന്ന മഹത്വം പിടിച്ചെടുക്കുന്നതിലായിരിക്കണം കലാകാരൻ്റെ ശ്രദ്ധ. ബഷീറിന് അതിന് കഴിഞ്ഞിട്ടില്ല. ശ്രീജന്റെ ഈ പറച്ചിലിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇന്നും ശ്രീജൻ ബഷീറിനെ സമീപിക്കുന്നത് ഭാഷ, ദാർശനികത, കലാകാരൻ്റെ ഔന്നത്യം, എഴുത്തുകാരൻ്റെ മഹത്വം തുടങ്ങിയ പഴയ ചിന്താധാരകളിൽ മാത്രം ഊന്നിക്കൊണ്ടാണ് എന്നുള്ളതാണ്. ഇത് എം പി പോളും മുണ്ടശ്ശേരി മാഷും സാനു മാഷും ഒക്കെ മലയാള സാഹിത്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. വി.സി. ശ്രീജൻ അടക്കം ചെയ്തു കഴിഞ്ഞിട്ടുള്ളതാണ്. വി.സി. ശ്രീജനാണ് പാത്തുമ്മയുടെ ആടിനും ഇന്ദുപ്പൊക്കൊരാനുണ്ടായിരുന്നു എന്ന നോവലിനും അതുപോലെ തന്നെ ശബ്ദങ്ങൾക്കുമൊക്കെ വിശകലനങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനം വി.സി. ശ്രീജൻ ബഷീർ കൃതികൾക്ക് നേരെ നടത്തുന്നില്ല എന്നുള്ളതാണ് വി.സി. ശ്രീജന്റെ ഈ പ്രസ്താവനയിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ബഷീർ എന്തുകൊണ്ട് പുതിയ പുസ്തക കമ്പോള മാർക്കറ്റിൽ കൂടുതൽ വിറ്റുപോവുകയും വായിക്കപ്പെടുകയും ചെയ്യുന്നതിൻ്റെ രാഷ്ട്രീയവും മനഃശാസ്ത്രവും മനസ്സിലാക്കി പുതിയ ആശയങ്ങളുമായിട്ട്, പുതിയ ചിന്താധാരകളുമായിട്ട് ബഷീറിനെ വായിക്കാൻ ആരും ശ്രമിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ സംവാദത്തിൽ ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തലം, എന്തുകൊണ്ട് ബഷീർ പുതിയ കമ്പോളത്തിൽ
കൂടുതൽ വിറ്റുപോവുകയും വായിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതിൻ്റെ അന്വേഷണമാണ്. എന്താണ് അതിൻ്റെ കെമിസ്ട്രി, അതിൻ്റെ രസതന്ത്രം എന്താണ്? അങ്ങനെ അന്വേഷിക്കുമ്പോൾ നമുക്ക് പുതിയ വായനയുടെ മനഃശാസ്ത്രത്തെക്കുറിച്ചും നവരാഷ്ട്രീയത്തെക്കുറിച്ചുമൊക്കെ ആലോചിക്കേണ്ടതായിട്ട് വരും. എന്തൊക്കെയാവാം ആ പുതിയ ചിന്താധാരകൾ അല്ലെങ്കിൽ ആശയധാരകൾ? എനിക്ക് തോന്നുന്നത് ബഷീറിനെ സംസ്കാര വിമർശത്തിന്റെ പാതയിലൂടെ നമുക്ക് വായിക്കാൻ ശ്രമിക്കാവുന്നതാണ് എന്നുള്ളതാണ്. സംസ്കാര വിമർശനം എന്ന് പറയുമ്പോൾ കീഴാള സംസ്കാരത്തെയും മേലാള സംസ്കാരത്തെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വായനകൾ. ഈ വായനയിൽ രാഷ്ട്രീയ പ്രക്രിയയ്ക്കുണ്ടായിട്ടുള്ള പങ്ക്, അല്ലെങ്കിൽ രാഷ്ട്രനിർമ്മാണത്തിൽ കീഴാള സംസ്കാരത്തെയും മേലാള സംസ്കാരത്തെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുണ്ടായിട്ടുള്ള നിർമ്മിതികൾ. മറ്റൊന്ന്, പൊളിറ്റിക്കൽ അൺകോൺഷ്യസ് ബേസിൽ ബഷീറിനെ സമീപിക്കുക, അതായത് അബോധത്തിന്റെ രാഷ്ട്രീയം. ഇത് ഫ്രെഡറിക് ജെയിംസൺ വികസിപ്പിച്ചെടുത്ത ഒരു പാതയാണ്, പൊളിറ്റിക്കൽ അൺകോൺഷ്യസ്. പിന്നെയുമുണ്ട് ആന്ത്രോപോളജി, ജീനോളജി തുടങ്ങിയ മനുഷ്യവംശത്തെയും മനുഷ്യന്റെ ജീനെയും ബന്ധിപ്പിക്കുന്ന സൈദ്ധാന്തികതയും നീക്കൊണ്ട് ബഷീറിനെ കാണാൻ ശ്രമിക്കുക. വേറൊന്നുകൂടിയുണ്ട്, ന്യൂറോട്ടിക് സയൻസ്. അത് മനസ്സിന്റെ ഇൽനെസ്സിനെയും അനാറ്റമിയെയും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. മറ്റൊന്ന് ക്യൂർ തിയറി, പെണ്ണെഴുത്തിനെയും വിമൻ ലിബറേഷൻ മൂവ്മെന്റിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ആശയധാരകൾ. എനിക്ക് തോന്നിയിട്ടുള്ളത് ബഷീറിന്റെ എല്ലാ കൃതികളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ ഏതെടുത്ത് നോക്കുകയാണെങ്കിലും, ബാല്യകാലസഖിയായാലും പാത്തുമ്മയുടെ ആടായാലും വിശ്വവിഖ്യാത മൂക്കായാലും ഒരുപാട് സൃഷ്ടികളുണ്ട്. അതെല്ലാം എടുത്തു നോക്കിയാൽ ഈ പറഞ്ഞ ആശയധാരകളിലൂടെ ബഷീറിനെ വായിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട് എന്നാണ്. പക്ഷെ അത്തരം ഒരു വായന മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ ഈ അവസരത്തിൽ ന്യൂറോട്ടിക് സയൻസിന്റെ വെളിച്ചത്തിൽ ബഷീറിനെ എങ്ങനെ വായിക്കാമെന്നാണ് അന്വേഷിക്കുന്നത്. ഇത് മനുഷ്യവംശത്തെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വായനയായിരിക്കും. മനുഷ്യവംശത്തിന്റെ മൊത്തം സർഗാത്മകതയും തലച്ചോറിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വായനയാണ്. ഈ വായനയിൽ ആണെന്നോ പെണ്ണെന്നോ ഉള്ള വ്യത്യാസമില്ല, പ്രത്യേക ജാതിയൊന്നും ഇടപെടുന്നില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതിനായിട്ട് ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് രണ്ട് പ്രധാന പഠനങ്ങളെയാണ്. ഒന്ന്, അമേരിക്കൻ ജേർണൽ ഓഫ് സൈക്യാട്രി എന്ന മാസികയുടെ എഡിറ്ററായ NC ആൻഡ്രിയാസൻ ലോകത്തിലെ സർഗാത്മക എഴുത്തുകാരിൽ ഒന്നടക്കം നടത്തിയ പഠനം, ക്രിയേറ്റിവിറ്റിയും എഴുത്തിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് നടത്തിയ പഠനമാണത്. ആ പഠനത്തിന്റെ പേര് ക്രിയേറ്റിവിറ്റി ആൻഡ് മെന്റൽ ഇൽനെസ്, പ്രിവലൻസ് റേറ്റ്സ് ഇൻ റിട്ടൺ ആൻഡ് ദെയർ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്നാണ്. ഈ പഠനം നിങ്ങൾക്ക് ajp.psychiatroonline.org എന്ന സൈറ്റിൽ നിന്നും ലഭ്യമാണ്. ആർക്കെങ്കിലും റെഫർ ചെയ്യണമെങ്കിൽ റെഫർ ചെയ്യാവുന്നതേ ഉള്ളൂ. മറ്റൊരു പഠനം ഞാൻ ഉപയോഗിക്കുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെയും 21-ാം നൂറ്റാണ്ടിൻ്റെയും കരുത്തുറ്റ തത്വചിന്തകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന മിഷേൽ ഫൂക്കോയുടെ ഒരു പഠനമാണ്. ആ പഠനത്തിന്റെ പേര് മാഡ്നസ് ആൻഡ് സിവിലൈസേഷൻ, എ ഹിസ്റ്ററി ഓഫ് ഇൻസാനിറ്റി ഇൻ ദ ഏജ് ഓഫ് റീസൺ എന്നാണ്. മിഷേൽ ഫൂക്കോ 20-ാം നൂറ്റാണ്ടിന്റെ മാത്രം, 20-ാം നൂറ്റാണ്ടെന്ന് ഞാൻ പറയാൻ കാരണം 1984 മിഷേൽ ഫൂക്കോ മരിക്കുന്നത്. പക്ഷേ ഇന്നും 21-ാം നൂറ്റാണ്ടിലെയും അതിശക്തനായിട്ടുള്ള സൈദ്ധാന്തികൻ അല്ലെങ്കിൽ തത്വചിന്തകനായിട്ടാണ് മിഷേൽ ഫൂക്കോ തുടരുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഇതിൽ NC ആൻഡ്രിയസൺ ഏകദേശം 300ഓളം എഴുത്തുകാരിലാണ് പഠനങ്ങൾ നടത്തിയത്. അതിൽ ഹെമിംഗ്വേ ഉണ്ടായിരുന്നു, ടോൾസ്റ്റോയ് ഉണ്ടായിരുന്നു, വാൻഗോയ് ഉണ്ടായിരുന്നു, എമിലി ഡിക്കൻസൺ ഉണ്ടായിരുന്നു, വെർജീനിയ വൂൾഫ് ഉണ്ടായിരുന്നു, സിൽവിയ പ്ലാത്ത് ഉണ്ടായിരുന്നു, ജോൺ നാഷ്, നോബൽ സമ്മാനത്തിന് അർഹനായിട്ടുള്ള ശാസ്ത്രജ്ഞനാണ്, സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ജോൺ നാഷ്, അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിയിരുന്നു. ആൻഡ്രിയാസൺ കണ്ടെത്തിയ ഒരു വലിയ കാര്യം, ഈ എഴുത്തുകാരെല്ലാം പലതരത്തിലുള്ള മാനസിക അസ്വാസ്ഥ്യങ്ങളിലൂടെ കടന്നുപോയിരുന്നു എന്നുള്ളതാണ്. എല്ലാവരും ഡിപ്രഷനിലൂടെയും
ഹൈപ്പർമാനിയയിലൂടെയും, അതായത് വിഷാദത്തിലൂടെയും ഉന്മാദത്തിലൂടെയും കടന്നുപോയിരുന്നതാണ്. വാൻ ഗോ ഏറ്റവും നല്ല ചിത്രങ്ങൾ വരച്ചത് അയാൾ പൂർണ്ണമായും ഉന്മാദത്തിന് അടിപ്പെട്ട സമയത്തായിരുന്നു. ടോൾസ്റ്റോയ് ഉന്മാദത്തിന്റെ സമയത്താണ് ഭ്രാന്തന്റെ ഭയം എന്ന പുസ്തകം തന്നെ എഴുതിയത്. ജോൺ നാഷിന് നോബൽ സമ്മാനം ലഭിക്കുന്ന സമയത്ത് അദ്ദേഹം സ്കീസോഫ്രീനിയയിലൂടെ കടന്നുപോയിട്ടുണ്ടായിരുന്നു. അതുപോലെ എമിലി ഡിക്കൻസ് അവരുടെ ഏറ്റവും ശക്തമായിട്ടുള്ള കവിതകൾ എഴുതുന്നത് ഉന്മാദത്തിന്റെയും വിഷാദത്തിന്റെയും തലത്തിൽ അവർ വ്യാപരിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. മാറി വരുന്ന ഋതുക്കൾ ഒന്നടക്കം ഇവരിൽ ഉന്മാദത്തെയും വിഷാദത്തെയും കൊണ്ടുവരികയും അതെല്ലാം സർഗപ്രേരണകൾക്ക് കാരണമായി തീരുകയും ചെയ്തു എന്നാണ് NC ആൻഡ്രിയാസൺ പറയുന്നത്. ന്യൂറോട്ടിക് സയൻസിന്റെ നിഗമനത്തിൽ നമ്മുടെ ഇടതുഭാഗത്തെ തലച്ചോറിലുണ്ടാക്കുന്ന വ്യതിയാനങ്ങൾ, അതായത് ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങൾ മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളിലേക്കും, അതായത് വിഷാദം, ഉന്മാദം, സ്കിസോഫ്രീനിയ തുടങ്ങിയ മാനസിക അസ്വാസ്ഥ്യങ്ങളിലേക്കും, വലതുഭാഗത്തുണ്ടാക്കുന്ന വ്യതിയാനങ്ങൾ അത് സർഗാത്മകതയിലേക്കും പോകുന്നു എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഭ്രാന്തും സർഗാത്മകതയും തമ്മിൽ വലിയ വ്യത്യാസമില്ല, അല്ലെങ്കിൽ അതിൻ്റെ അതിരുവരമ്പ് വളരെ നേർത്തതാണ് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടതായിട്ട് വരും. ഈ സയൻസിന്റെ വെളിച്ചത്തിൽ നാം ബഷീറിന്റെ കൃതികളിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ഉറപ്പായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ബഷീറിന്റെ എല്ലാ കൃതികളിലും വിഷാദവും ഉന്മാദവും നിറഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. ബഷീറിന്റെ സർഗാത്മക ജീവിതത്തിലുടനീളം ബഷീർ ഉന്മാദിയും വിഷാദിയുമായിരുന്നു. പാത്തുമ്മയുടെ ആടെടുത്ത് നോക്കാം. പാത്തുമ്മയുടെ ആടിൽ ആടിന് പുസ്തകം തിന്നാൻ കൊടുക്കുന്ന രംഗം തൊട്ട് ബഷീറിന്റെ കിറുക്ക് അല്ലെങ്കിൽ ഭ്രാന്ത് നമുക്ക് കാണാവുന്നതാണ്. ബാല്യകാല സഖിയും ശബ്ദങ്ങളും പാത്തുമ്മയുടെ ആട് തിന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷമാണ് ബഷീർ വിശ്വവിഖ്യാതമായ മൂക്ക് ആടിന് തിന്നാൻ കൊടുക്കുന്നത്. മറ്റൊന്ന്, പോസ്റ്റ്മാൻ 100 രൂപ മണി ഓർഡർ ബഷീറിന് കൊടുക്കുന്നു. ആ 100 രൂപയിലെ മണി ഓർഡറിലെ 90 രൂപ ബഷീർ വീതിച്ച് സഹോദരന്മാർക്കും സഹോദരിമാർക്കും കൊടുക്കുന്നു. ബാക്കിയുള്ള 10 രൂപ ആടിന് തിന്നാനായിട്ട് ബഷീർ മാറ്റിവെക്കും. വേറെ ഏതൊരു സൃഷ്ടിയിൽ, ഞാൻ ഓർക്കുന്നില്ല, ഈ സമയത്ത് ഓർത്തു പോവുകയാണ്, ബഷീർ പൊൻകുന്നം വർക്കിയെയും CJ തോമസിനെയും ഷേക്സ്പിയറെയും ടോൾസ്റ്റോയെയും നിരത്തി വെച്ചിട്ട് പറയുന്നു, ഇവരൊന്നും ക്രിസ്ത്യാനികളല്ല, മുസ്ലിങ്ങളാണ്. അതുപോലെ ശബ്ദങ്ങൾ, മതിലുകൾ തുടങ്ങിയ രചനകളിൽ ബഷീർ അനന്തതയിൽ നിന്ന് ബഷീറിന് ശബ്ദം കേൾക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോ ആ ശബ്ദത്തോട് ബഷീർ ഏറെ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കഥയായിട്ടുള്ള നീലവെളിച്ചത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ പരിസമാപ്തി നമുക്ക് കാണാം. ഈ ഭ്രാന്തിന്റെ പരിസമാപ്തി. ബഷീർ നീലവെളിച്ചത്തിൽ ഭാർഗവിക്കുട്ടി എന്ന പ്രേതത്തോടാണ് സംസാരിക്കുന്നത്. ഭാർഗവി നിലയത്തിൽ 21 വയസ്സുള്ള BA-ക്കാരി പാർവതിക്കുട്ടിയുടെ പ്രേതമുണ്ടെന്നറിഞ്ഞ് ബഷീർ നടത്തുന്ന പ്രേതഭാഷണം എങ്ങനെ സർഗാത്മകതയുടെ പൂക്കൾ വിരിയിപ്പിക്കാനാവും എന്നതിന് തെളിവാണ്. ഈ പ്രേതഭാഷണം വായിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ടുള്ളത് മഹാനായിട്ടുള്ള തത്വചിന്തകനായിട്ടുള്ള ദരീദ കലാകാരനെയും എഴുത്തിനെയും കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഒരു സർഗാത്മക എഴുത്തുകാരന് പ്രേതങ്ങളോട് സംസാരിക്കാനാകും എന്നാണ് ദരീദ എഴുതിയിട്ടുള്ളത്. ഏറെ നേരം ബഷീർ ഭാർഗവി നിലയത്തിലെ 21-കാരിയായിട്ടുള്ള ഭാർഗവിക്കുട്ടിയോട് സംസാരിച്ചുകൊണ്ട്, പ്രേതത്തോട് സംസാരിച്ചുകൊണ്ട് ബഷീർ ചോദിക്കുന്നുണ്ട്, ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്? എന്തും വിഴുങ്ങാൻ സന്നദ്ധമായി വാ പൊളിച്ചു നിൽക്കുന്ന കിണറിനോടാണ്. കിണറ്റിലാണ് പ്രേതമെന്നാണ് പറയുന്നത് ഭാർഗവിക്കുട്ടിയുടെ. വൃക്ഷങ്ങളോടാണ്. വീട്, വായു, ഭൂമി, ആകാശം, പ്രപഞ്ചം ആരോടാണ്? എൻ്റെ മനസ്സിലെ അസ്വസ്ഥതയോടാണ്, എൻ്റെ വിഭ്രാമകതയോടാണ്. ഇതായിരുന്നു ബഷീറിന്റെ മനസ്സ്. വിഭ്രാമകമായ മനസ്സായിരുന്നു അത്.
ഉന്മാദത്തിലൂടെയും വിഷാദത്തിലൂടെയും കടന്നുപോയിക്കൊണ്ടിരുന്ന മനസ്സ്. അത്തരമൊരു മനസ്സ് ബഷീറിനുള്ളത് കൊണ്ടാണ് ബഷീറിൻ്റെ ഭാഷ ഒരർത്ഥത്തിൽ ഭ്രാന്തിൻ്റെ ഭാഷയായത്. ഞാൻ കുറച്ച് സൈദ്ധാന്തികമായിട്ടാണ് ബഷീർ കൃതികളെ സമീപിക്കുന്നത്. മുഖ്യധാരയിൽ നിന്നും മാറ്റപ്പെട്ട ഒരു ഭാഷ, നിയതമായിട്ടുള്ള നിയമസംഹിതകളിൽ നിന്നും മാറ്റപ്പെട്ട ഭാഷ, കൊളോണിയൽ ആധുനികത നിശ്ചയിച്ച വ്യാകരണങ്ങളിൽ നിന്നും മാറ്റപ്പെട്ട ഭാഷ, അതായിരുന്നു ബഷീറിൻ്റെ ഭാഷ. അത് ഭ്രാന്തിൻ്റെ ഭാഷയാണ്. ബഷീറിൻ്റെ തത്വചിന്ത തന്നെ ഭ്രാന്തിൻ്റെ തത്വചിന്തയായിരുന്നു. ബഷീറിൻ്റെ വ്യാകരണം ഭ്രാന്തിൻ്റെ വ്യാകരണമായിരുന്നു. ഇങ്ങനെ ബഷീറിൻ്റെ സൃഷ്ടിയെ നമ്മൾ ഈ രീതിയിൽ സമീപിക്കുമ്പോൾ ഭ്രാന്തിൻ്റെ തത്വചിന്തയെക്കുറിച്ച് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ആരും ചർച്ച ചെയ്യാത്ത ഒന്നാണ്. മലയാളത്തിൽ ഭ്രാന്തിൻ്റെ തത്വചിന്ത ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഭ്രാന്തിനെ തത്വചിന്തയുടെ വിഷയമാക്കി അവതരിപ്പിക്കുകയായിരുന്നു മിഷേൽ ഫൂക്കോ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മാഡ്നസ് ആൻഡ് സിവിലൈസേഷൻ എന്ന ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എങ്ങനെ പാശ്ചാത്യ നാഗരികതയും ആധുനിക സിവിലൈസേഷനും ഭൂമുഖത്ത് ഭ്രാന്തന്മാരെ പെരുപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ബോധ്യപ്പെടും. ഫൂക്കോയുടെ പുസ്തകത്തിന് നമുക്ക് കൊടുക്കാവുന്ന തർജുമ ബുദ്ധിയുടെ യുഗത്തിൽ ഭ്രാന്തിന്റെ ചരിത്രം എന്നാണ്. വിത്ത് ദ ഗ്രാജുവൽ ഡിസപ്പിയറൻസ് ഓഫ് ലെപ്രസി in the society, madness came to occupy this excluded position. In 17th century Europe, the unreasonable members of the population were locked away and institutionalized by governments. In 18th century, madness came to be seen as the reverse of the reason, and finally in the 19th century onwards, mental illness. അതിശക്തമായിട്ടുള്ള പഠനമാണ് ഫൂക്കോ ഭ്രാന്തും നാഗരികതയും എന്ന തൻ്റെ പ്രശസ്ത ഗ്രന്ഥത്തിൽ നടത്തുന്നത്. ഫൂക്കോ ആർഗ്യൂസ് ദാറ്റ് മാഡ്നസ് വാസ് സൈലൻസ്ഡ് ബൈ റീസൺസ്. റീസൺസ് എന്ന് പറഞ്ഞാൽ യുക്തി എന്നേ അർത്ഥമുള്ളൂ. ലൂസിംഗ് ഇറ്റ്സ് പവർ ടു സിഗ്നിഫൈ ദ ലിമിറ്റ്സ് ഓഫ് സോഷ്യൽ ഓർഡർ ബൈ മോഡേൺ സ്റ്റേറ്റ്സ്. ഫൂക്കോ പറയുന്ന മറ്റൊരു കാര്യം, 19-ാം നൂറ്റാണ്ട് തൊട്ട് വൈദ്യശാസ്ത്രം ജനവിഭാഗങ്ങളെ കുറ്റവാസനയുള്ളവർ, മാനസിക രോഗമുള്ളവർ, ഭ്രാന്തന്മാർ എന്ന ലേബലുകളിൽ ഗെറ്റോകളിൽ തളയ്ക്കാൻ തുടങ്ങിയെന്നാണ്. അങ്ങനെ അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് ലോകത്തെ നന്നാക്കിയെടുക്കാം, രോഗം മാറ്റിയെടുക്കാമെന്നാണ് വൈദ്യശാസ്ത്രം കരുതിയത്. പക്ഷേ കൂടുതൽ ശുശ്രൂഷിക്കും തോറും ജയിലുകളിലും ആശുപത്രികളിലും ഭ്രാന്തന്മാരും കുറ്റവാളികളും കൂടിക്കൂടി വരുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതായത് ആധുനിക രാഷ്ട്രനിർമ്മിതിയുടെ അതിരറ്റ വ്യവസായവൽക്കരണവും കഠിനയുക്തിയും, ദ ഹാർഡ് റീസൺസ്, കഠിനയുക്തിയും മനുഷ്യരെ കൂടുതൽ മത്സരബുദ്ധിയുള്ളവരും സ്വാർത്ഥരും അതോടൊപ്പം മാനസിക രോഗികളുമാക്കി മാറ്റിയെന്നാണ് ഫൂക്കോ പറയുന്നത്. ഈ പീഡാകരമായ അവസ്ഥയിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് ഭ്രാന്തന്മാർ ചെയ്യുന്നത്. ഇതിൽ നിന്നും ചാടി പുറത്തു കടക്കുന്നവരാണ് ഭ്രാന്തന്മാർ. ആ ഭ്രാന്തന്മാരുടെ ഭാഷ എപ്പോഴും നിശബ്ദതയുടെ ഭാഷയായിരിക്കും. അത് സ്വദേശ ഭാഷയായിരിക്കണമെന്നില്ല. ബഷീറിന്റെ ഭാഷ സ്വദേശ ഭാഷയായിരുന്നില്ല. കൊളോണിയൽ ആധുനികത പ്രദാനം ചെയ്ത സാക്ഷരയുക്തിയുടെ സ്വദേശ ഭാഷ വ്യാഖ്യാനിച്ച ആളല്ലായിരുന്നു ബഷീർ. മറിച്ച് ഒരു വിദേശ ഭാഷ, വെളിപാടിന്റെ ഭാഷ, ഭ്രാന്തിന്റെ ഭാഷയിലൂടെ ഈ ലോകത്തെ എങ്ങനെ വായിക്കാം എന്ന് അന്വേഷിച്ച ഒരു പ്രതിഭയായിരുന്നു ബഷീർ. അപ്പോൾ ഫൂക്കോ ഈ മാഡ്നസ് ആൻഡ് സിവിലൈസേഷനെ ചർച്ച ചെയ്തിട്ട് വരുന്ന പല കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, പുതിയ കാലത്ത്, ഉത്തരാധുനിക കാലത്ത് യുക്തിയുടെ പ്രതിസന്ധിയെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത് എന്നതാണ്. ഇതേ കാര്യം സമകാലീന തത്വചിന്തകനായിട്ടുള്ള ടെറി ഈഗിൾട്ടനും പറയുന്നുണ്ട്. യുക്തിയുടെ പ്രതിസന്ധിയാണ് പുതിയ കാലത്തെ പ്രതിസന്ധി. അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ലോകത്തിലെ ഭ്രാന്ത് കൂടിക്കൊണ്ടിരിക്കും. കൂടുതൽ സമയം അനുവദിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത്
ബഷീർ തൻ്റെ എഴുത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത് യുക്തിയുടെ പ്രതിസന്ധി തന്നെയായിരുന്നുവെന്നാണ്. കൊളോണിയൽ ആധിക്യത വളർത്തിയെടുത്തിരുന്ന സാക്ഷര യുക്തിയും അതിനു മുമ്പുള്ള വാമൊഴി ബോധവും തമ്മിലൊരു സംഘർഷമാണ് ബഷീർ കൃതികളിൽ ഒന്നടങ്കം നാം കാണുന്നത്. അതുകൊണ്ടുതന്നെ ലിറ്ററസി കൊണ്ട് ആധുനിക രാഷ്ട്രം പുറന്തള്ളിയ ജനവിഭാഗത്തിൻ്റെയും ജനുസുകളുടെയും പരിസ്ഥിതിയുടെയും ശബ്ദങ്ങളാണ് ബഷീർ കൃതികളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ബഷീറിൻ്റെ കഥാപാത്രങ്ങളെല്ലാം മുഖ്യധാരയിൽ നിന്നും മാറ്റപ്പെട്ടവരായിരുന്നു. ആധുനിക രാഷ്ട്രം നിർവചിച്ച മിലിറ്ററി അച്ചടക്ക സമൂഹത്തിൽ നിന്നും പുറത്തു ചാടിയ ഭ്രാന്തന്മാരായിരുന്നു അവർ. ഇനി ആരൊക്കെയായിരുന്നു ആ ഭ്രാന്തന്മാർ എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. ലോകത്തിൻ്റെ പോക്ക് ശരിയല്ലെന്ന് കണ്ട് ഭ്രാന്ത് പിടിച്ചവനായിരുന്നു ബഷീറിൻ്റെ നീലാണ്ടനാന. നീലാണ്ടനാന നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഭ്രാന്ത് പിടിക്കുന്ന അവസാനം. ബഷീറിൻ്റെ മാസ്റ്റർ പീസുകൾ തിന്നുന്ന പാത്തുമ്മയുടെ ആടിനും ഭ്രാന്തുണ്ടായിരുന്നു. അതുപോലെ പുരുഷരാഷ്ട്രം പ്രേതമാക്കി മാറ്റിയവളായിരുന്നു 21 വയസ്സുകാരിയായിട്ടുള്ള BA-കാരി ഭാർഗവിക്കുട്ടി നീലവെളിച്ചത്തിലെ. ഇനിയുമുണ്ട് പൊൻകുരിശ് തോമ. പള്ളിക്ക് എന്തിനാണ് കുരിശ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതായപ്പോഴാണ് പൊൻകുരിശ് തോമ നിശബ്ദനാകുന്നത്. അങ്ങനെ ഒട്ടേറെ കഥാപാത്രങ്ങൾ. എട്ടുകാലി മമ്മൂഞ്ഞ് മുഖ്യധാരയിൽ നിന്ന് മാറ്റി വയ്ക്കുക കഥാപാത്രമാണ്. മണ്ടൻ മുത്തപ്പ, ഉണ്ടക്കണ്ണൻ അദ്രു, ആനവാരി, സൈനബ, ഇവരെല്ലാം തന്നെ മുഖ്യധാരയിൽ നിന്നും പിന്തള്ളപ്പെട്ട കഥാപാത്രങ്ങളായിരുന്നു. ഇങ്ങനെ നിരാലംബരും നിരാശരും മാനസിക രോഗികളുമായ വലിയ ജനവിഭാഗത്തിൻ്റെ ചരിത്രമാണ് ബഷീർ തൻ്റെ കൃതികളിലൂടെ എഴുതിയത്. മലയാളത്തിൽ ഇതുവരെ എഴുതപ്പെട്ട ഔദ്യോഗിക ചരിത്രത്തിലും സാഹിത്യ ചരിത്രത്തിലും നമുക്ക് ഈ ജനവിഭാഗത്തെ കാണാൻ കഴിയില്ല. ഇവരുടെ ചരിത്ര നിർമ്മിതിയിൽ പരിസ്ഥിതിയെയും സമന്വയിപ്പിക്കാൻ കഴിഞ്ഞുവെന്നതാണ് ബഷീറിൻ്റെ വലിയ നേട്ടം. ഭൂമിയുടെ അവകാശികൾ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ബഷീർ അതിന് ശ്രമിച്ചത്. ഭൂമിയുടെ അവകാശികൾ അതിശക്തമായിട്ടുള്ള രചനയായിട്ട് പുതിയ കാലത്ത് വായിച്ചെടുക്കാവുന്ന രചനയാണ് പരിസ്ഥിതിയിലൂടെ. പരിസ്ഥിതിയുടെയും അരികിലേക്ക് മാറ്റപ്പെട്ടവരുടെയും നിശബ്ദരായവരുടെയും ഭ്രാന്തന്മാരുടെയും എല്ലാം മോചനമാണ് പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നത്. ഈ രാഷ്ട്രീയം വായനക്കാരൻ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ബഷീർ ഇന്ന് കൂടുതൽ വിറ്റുപോകുന്നതും വായിക്കപ്പെടുന്നതും. ഇതുതന്നെയാണ് പുതിയ കാലത്തെ ബഷീർ വായനകളുടെ രാഷ്ട്രീയവും മനഃശാസ്ത്രവും. ഇത്രയുമാണ് പുതിയ കാലത്തെ ബഷീർ വായനകളെക്കുറിച്ച് എനിക്കിപ്പോൾ പറയാനുള്ളത്. ബാക്കി മോഡറേറ്ററായിട്ടുള്ള കെയ്യനും മറ്റ് പ്രസംഗകർക്കും വിട്ടുകൊടുത്തുകൊണ്ട് ഞാൻ തൽക്കാലം പിൻവലിയുന്നു. നന്ദി, നമസ്കാരം.